ഏറെ ദീർഘമായി വോട്ടഭ്യർത്ഥന പ്രസംഗം നടത്തണം എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ 4 മണി കഴിഞ്ഞെങ്കിലും ഇപ്പോഴും നല്ല വെയിലും ചൂടുമെല്ലാം ഇവിടെയുണ്ട്. പക്ഷേ ആ ചൂടും തിളയ്ക്കുന്ന ചൂടിനെയൊക്കെ ജ്വലിക്കുന്ന ആവേശം കൊണ്ട് മറികടന്ന് നിങ്ങളെല്ലാം ആവേശത്തോടെ ഈ സ്വീകരണ കേന്ദ്രത്തിൽ അണിനിരന്നിരിക്കുകയാണ്. പിന്നിട്ട എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ഇതുപോലെ പ്രതീക്ഷയിൽ കവിഞ്ഞ ഐക്യദാർഢ്യവും പിന്തുണയും പങ്കാളിത്തവും എല്ലാമാണ് ഉണ്ടാവുന്നത്. കേരളത്തിലെമ്പാടും ഇങ്ങനെ ഒരു മാറ്റമുണ്ട്. ആ മാറ്റത്തിൻ്റെ കാരണം കഴിഞ്ഞ 8-9 കൊല്ലമായി നമ്മുടെ നാട്ടിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വൻകിട വികസന പദ്ധതികളും അതുപോലെ നാട്ടിൻപുറത്തെ സാധാരണക്കാരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന ക്ഷേമ പദ്ധതികൾ, ആ ക്ഷേമ പദ്ധതികളുടെ ഭാഗമായ നേട്ടം ഇതെല്ലാം കൊണ്ടാണ്. എല്ലാം ഇവിടെ വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. വൻകിട വികസന പദ്ധതികളെല്ലാം നമ്മുടെ കൺമുന്നിലുണ്ട്. ലോക നിലവാരത്തിലേക്ക് കേരളത്തെ കൈപിടിച്ചാനയിക്കുന്നതാണ് ആ പദ്ധതികൾ. ദേശീയപാതാ വികസനവും വിഴിഞ്ഞം പോർട്ടും കെ-ഫോണും കൊച്ചി ഇടമൺ പവർ ഹൈവേയും ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോയും ഗെയിൽ പൈപ്പ് ലൈനും ഇങ്ങനെ എണ്ണിപ്പറയാവുന്ന അഭിമാന സ്തംഭങ്ങളായ മഹാനേട്ടങ്ങൾ അതൊരു വശത്ത്. മറുവശത്ത് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ ആശ്വാസമായി അനുഭവപ്പെടുന്ന ക്ഷേമ പദ്ധതികൾ. 1600 രൂപ പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. കോൺഗ്രസോ BJPയോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതില്ല. നമ്മുടെ ആഗ്രഹം 2500 രൂപയായി എങ്കിലും ഈ പെൻഷൻ വർദ്ധിപ്പിക്കണം എന്നതാണ്. അതിന് ഏക തടസ്സം കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്ര വിഹിതം നൽകാത്ത മോദി സർക്കാരാണ്. രാഷ്ട്രീയമായ ശത്രുത, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നതിലേക്ക് കേന്ദ്രത്തെ നയിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ കേരളം സുപ്രീം കോടതിയിൽ പോയി യുദ്ധം